നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് വീടിന്റെയാ. വർഷം കുറേയായി ഇതിങ്ങനെ നിധി പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പിടിക്ക്. ദൂരെ ഒരു സ്ഥലത്തേക്ക്. സ്ഥലത്തിന് പേരില്ലേ? ഇതിന് പേരിട്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ സ്ഥലം. അവിടെ ചെന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നില്ല. അത് പറ്റില്ല. ടൂറ് കഴിഞ്ഞ് ഉടനെ നമുക്ക് തിരിച്ചു പോരണം. ഇല്ലെങ്കിലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി എന്നെ കാണാതെ വിഷമിക്കും. ഇതൊരു നടക്കൊന്നും പോകുന്നു തോന്നുന്നില്ല. പിന്നെ അമ്മേ, തിരിച്ചു പോരുമ്പോഴേ കൊറേ സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിക്കണം. അവരും ടൂർ പോയിട്ട് വരുമ്പം ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതാ. എന്നാ നമുക്ക് പോകാനായിട്ട് ഇറങ്ങാം. ശാരദാമ്മ വിളിക്കാം. ശാരദാമ്മേ, ചേച്ചിയമ്മ വഴക്ക് പറയല്ലേ സത്യാമ്മ. ചേച്ചിയമ്മ പാവോ. ചേച്ചിയമ്മ പാവോ. ചേച്ചിയമ്മയെ എല്ലാവരിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക മോളെ. നമ്മുടെ സത്യാമ്മ അടുപ്പിക്കും തോറും അകലുകയാണ്. വല്ലാതെ അകലുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹം പോലും കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ മക്കളെ. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല. അതാണ് അവസ്ഥ. എന്റെ പല ചോദ്യങ്ങൾക്കും പലരും ഒഴിഞ്ഞു മാറാണ്. ഈ കുട്ടികൾ തമ്മിലുള്ള ആത്മബന്ധവും എന്റെ മനസ്സിലെ ചോദ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാനും പറ്റുന്നില്ല. മോളെ, ശാരദാമ്മ എവിടെ? കണ്ടില്ല അമ്മേ. ഞാൻ ബാഗ് കാറിൽ കൊണ്ട് വെച്ചിട്ട് വരിക. എല്ലാം എടുത്തോ മോളെ? മോളെ, കണ്ണനോട് യാത്ര പറഞ്ഞോ? ടൂറ് പോയിട്ട് വരുമ്പോ നല്ലൊരു മാല കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണെന്ന് കരുതരുത്. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ പോകുന്നത്.
വരാതിരിക്കോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്ത യാത്രയാ. എവിടെയാണെങ്കിലും ഞങ്ങളെ കാത്തോളണേ. മനസ്സിലെന്നും ഈ രൂപം ഉണ്ടാവും, എപ്പോഴും. അമ്മേതാരെയാ ഫോൺ ചെയ്യുന്നത്? അത് നമ്മള് പോകുന്ന കാര്യം ആരോടെങ്കിലും പറയാനാണോ? പറഞ്ഞിട്ട് പോകുന്നതല്ലേ മോളെ മര്യാദ. വേണ്ട, അമ്മയ്ക്ക് എപ്പോഴും ഇവിടുന്ന് പോവാൻ ഇഷ്ടമല്ലല്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എവിടെ പോയാലും എന്റെ മനസ്സ് ഈ വീട്ടിലും നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിലും ഒക്കെ തന്നെയായിരിക്കും. അല്ല, നമ്മുടെ ഹോട്ടലിന്റെ പുതിയ ഓണറെ കണ്ടില്ലല്ലോ. നടത്തിപ്പ് അവകാശം ഏൽപ്പിക്കേണ്ടതല്ലേ? ഞാനിവിടെ ഉണ്ട് ശാരദാമ്മേ. ആ വാ. മനസ്സുകൊണ്ട് ഈ കാഴ്ച കാണാൻ കഴിയില്ല ശാരദാമ്മേ, അതുകൊണ്ട് മാറി നിന്നതാ. അങ്ങനെ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ നീ പറ്റില്ല. ഇതെല്ലാം നോക്കി നടത്തേണ്ടത് നീ തന്നെയാ. ഹോട്ടലിലെ കാര്യവും നോക്കണം, ഈ വീടൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുകയും വേണം. ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യൂന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് പറഞ്ഞതാ. പിന്നെ ദേശാടനം കഴിഞ്ഞ് ഗോപാലേട്ടൻ എന്ന് വരുന്നോ അന്ന് വരെ ഈ താക്കോല് നിന്റെ കൈ തന്നെ ഇരിക്കണം. ഇത് വീടിന്റെയാ. വർഷം കുറേയായി ഇതിങ്ങനെ നിധി പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പിടിക്ക്. പിന്നെ ഇത് നമ്മുടെ എല്ലാം ചോറ്. എന്നെ ഞാനാക്കിയതും നിന്നെ ഈ വിധത്തിലാക്കിയതും എന്റെ മക്കളെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചതും എല്ലാം ഈ ഹോട്ടലാ, നമ്മുടെ കുടുംബശ്രീ ഹോട്ടല്. എന്ത് പ്രശ്നം വന്നാലും ഹോട്ടലിലെ അടുക്കളയിൽ തീ പുകയാതിരിക്കരുത്. വാങ്ങിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.